മൊബൈൽ നെറ്റ് ഉപയോഗിച്ച് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു പ്രശ്നം എന്താ വെച്ചാൽ 1.5 GB 2 GB നെറ്റൊക്കെ ആയിരിക്കും ഉണ്ടാകുക, ചിലപ്പോൾ 1 GB ഉണ്ടാകുക. അത് കുറച്ച് വീഡിയോ കാണുമ്പോഴേക്ക് അതങ്ങ് തീർന്നു പോകും. ഇത് പെട്ടെന്ന് തീരാണ്ടൊക്കെ യൂട്യൂബിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. എന്നാൽ ആ സെറ്റിങ്സിൽ വേറൊരു സെറ്റിങ്സ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂട്യൂബിൻ്റെ എന്നാൽ വളരെ ഉപകാരമുള്ള ഒരു സെറ്റിങ്സിനെ പറ്റിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ മൊബൈൽ നെറ്റ് ഉപയോഗിച്ച വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് യൂട്യൂബ് ഒന്ന് തുറക്കാം. ഇവിടെ പോയി യൂട്യൂബ് തുറന്ന് ഒരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാനത് പോസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ നമ്മൾ ഹൈ ക്വാളിറ്റിയിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ നെറ്റ് പെട്ടെന്ന് തീരും. എന്നാൽ നമ്മളെ മൊബൈൽ നെറ്റിനനുസരിച്ച് പെട്ടെന്ന് തീരാത്ത രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനെന്താ ചെയ്യുക, ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ മേലുള്ള ഈ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ താഴെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ ക്വാളിറ്റി എന്നുള്ള ഒരു ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഓട്ടോ റെക്കമെൻഡഡ് ഹയർ പിക്ചർ ക്വാളിറ്റി ഡാറ്റാ സേവർ, ഇതിൽ ഡാറ്റാ സേവറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പിക്ചർ ക്വാളിറ്റി വിഷ്വൽ ക്വാളിറ്റി കുറച്ച് കുറയെങ്കിലും നമ്മളെ നെറ്റ് പെട്ടെന്ന് തീരുകയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഏത് വീഡിയോ കാണുന്നത് ആ വീഡിയോക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യുക. ഇത് താഴെ ഭാഗത്ത് എഴുതിയേക്ക് ദിസ് സെലക്ഷൻ ഓൺലി അപ്ലൈസ് ടു ദി കറൻറ്റ് വീഡിയോ ഫോർ ഓൾ വീഡിയോസ്, ഗോ ടു സെറ്റിങ്സ് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നുള്ള ഒരു നീലെഴുത്ത് കാണാം. നമുക്ക് ഈ നീലെഴുത്തിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മൾ ഇവിടുന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് മാത്രമാണ് അത് അപ്ലൈ ആകുക. ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കാണുന്നവരെ നമ്മൾ വീണ്ടും ഇതുപോലെ ചെയ്യേണ്ടി വരും. അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നുള്ള ഈ നീല ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ നീലെഴുത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ മേലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഓൺ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓട്ടോ റെക്കമെൻഡഡ് ഹയർ പിക്ചർ ക്വാളിറ്റി ഡാറ്റാ സേവർ, ഇത് ഡാറ്റാ സേവറിലേക്ക് മാറ്റി കൊടുക്കുക. എനിക്കിപ്പോൾ നെറ്റിൻ്റെ പ്രശ്നമില്ല, അതിനെ കൊണ്ട് ഞാൻ ഹയർ പിക്ചറിലേക്ക് മാറ്റുകയാണ്. നിങ്ങളെ നെറ്റ് പെട്ടെന്ന് തീരണ്ടെന്നുണ്ടെങ്കിൽ ഡാറ്റാ സേവറിലേക്ക് മാറ്റി കൊടുക്കുക. ഡാറ്റാ സേവറിലേക്ക് മാറ്റി കൊടുത്താൽ നിങ്ങൾ കാണുന്ന ഏത് വീഡിയോയും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടാണെങ്കിലും ഡാറ്റ സേവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാനാവും. അത് മാത്രമല്ല, ചില വീഡിയോ കുറച്ച് ക്വാളിറ്റി കൂടി തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച ആ വീഡിയോ എന്നുള്ള സെറ്റിങ്സ് ഇല്ലേ, ഡയറക്റ്റ് സെറ്റിങ്സ്, അതിൽ കൂടെ നിങ്ങൾക്ക് ആ വീഡിയോക്ക് മാത്രം മാറ്റുകയും ചെയ്യാം. ഇനി നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്നുള്ള ഈ ഓപ്ഷനിലും അതുപോലെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹയർ പിക്ചർ ക്വാളിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി തന്നെ കാണാനാവും. പക്ഷേ മൊബൈൽ നെറ്റിലാന്നേരം നെറ്റ് പെട്ടെന്ന് തീരും, വൈഫൈയിലാന്നേരം നെറ്റ് തീരുന്ന പ്രശ്നമില്ല. അപ്പോൾ ഈ വീഡിയോ മൊബൈൽ നെറ്റ് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് കമൻറ്റ് ചെയ്യുക. ഉപകാരം തോന്നിയിട്ടുണ്ട്, ഇതുപോലെ ഉപകാരമുള്ള നിങ്ങളൊരു ചങ്ങായിക്ക് ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട, അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയൂർ. താങ്ക് യു സോ മച്ച്.